ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്ര ഇന്ന് പാലക്കാട് ജില്ലയിലേക്കായാലോ. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇട്ടത്. ഇത് നമ്മൾ തൃശ്ശൂർ ഹൈവേയിലൂടെ പോകുമ്പോൾ കണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കി. നമ്മുടെ ഈ പാലക്കാടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നെൽപ്പാടങ്ങളും അതുപോലെ കരിമ്പനകളുമാണ്. ഞങ്ങൾ ആദ്യം പോയത് പോത്തുണ്ടി ഡാമിലേക്കാണ്. ഡാമിലേക്കുള്ള ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത് 20 രൂപയാണ്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ താഴെ നമുക്ക് മനോഹരമായ പാർക്ക് കാണാം. ഡാമിന് മുകളിലേക്ക് കയറുമ്പോഴുള്ള കാഴ്ചകളാണിത്. ഇതാണ് ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകൾ. ഡാമിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ. നല്ല കാറ്റാണ് ഇവിടെ. ഡാമിന് മുകളിൽ തിരക്ക് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. നെല്ലിയാമ്പതി പോകുന്നവരൊക്കെ ഈ ഡാം വിസിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോത്തുണ്ടി ഡാമിൽ നേരെ ഇറങ്ങി നെല്ലിയാമ്പതിയിലേക്കുള്ള ചെക്ക് പോസ്റ്റിൻ്റെ അവിടേക്ക് എത്തി. പോത്തുണ്ടി ഡാമിൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ളൂ ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടേക്ക്. ചെക്ക് പോസ്റ്റ് 3 മണിക്ക് ക്ലോസ് ആവും. വൈകുന്നേരം 3 മണിക്ക് ക്ലോസ് ആവും. അതിന് മുന്നേ വേണം ചെക്ക് പോസ്റ്റിലേക്ക് കടക്കാൻ. അപ്പോൾ ഗായ്സ്, ഞങ്ങളങ്ങനെ ചെക്ക് പോസ്റ്റിലേക്ക് കയറി. നമ്മളെ പേരും ഡീറ്റെയിൽസും വേണ്ടി നമ്മൾ കൊടുക്കുക, അത്രയുള്ള ഇവിടെ പ്രൊസീജിയർ. നെല്ലിയാമ്പതിയെ പാവങ്ങളുടെ ഊട്ടി എന്നും അറിയപ്പെടും. നോ പ്ലാസ്റ്റിക് അങ്ങനെ ബോർഡ് വെക്കൊണ്ട് അങ്ങനെ ഇടുന്നത്. അത് ശരിയാണ്. അത് ഇവിടെ അങ്ങനെയാണല്ലോ, സാധാരണ അങ്ങനെ ശീലമായി പോയി. അങ്ങനെയാണ്, ബോർഡ് വെച്ച് അതിൻ്റെ അടിയിൽ മാത്രമേ പ്ലാസ്റ്റിക് ഇടുള്ളൂ. വെക്കാത്തടത്തൊന്നും ഫുൾ ക്ലീൻ ആയിരിക്കും. ചെക്ക് പോസ്റ്റ് കടന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററോളുണ്ട് നമ്മുടെ നെല്ലിയാമ്പതിയിലേക്ക്. ചുരം ഏകദേശം കയറി പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വ്യൂ പോയിന്റ് കാണാം. താഴത്തേക്ക് നല്ല വ്യൂ ആണ്. ചുരമൊക്കെ കയറി അവസാനം ഞങ്ങൾ നെല്ലിയാമ്പതിയിലെത്തി. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഈ തേയിലത്തോട്ടങ്ങൾ നമുക്ക് ആസ്വദിക്കാം. നെല്ലിയാമ്പതിയിലെത്തിയപ്പോൾ ഒരു മൂന്നാറത്തെ ഒരു ഫീലാണ് ഗായ്സ്. 2 വശത്തും തേയിലത്തോട്ടങ്ങളാണ് ഫുള്ള്. ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ നല്ലൊരു ആമ്പൽക്കുളം കണ്ടപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതാണ്. പക്ഷേ വെള്ളത്തേക്ക് ഇറങ്ങാൻ പറ്റൂല, ഫുള്ള് ചതുപ്പാണ്. വെള്ളത്തിൻ്റെ ആ ഭാഗത്തായിട്ട് ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ ആമ്പൽക്കുളമൊക്കെ കണ്ട് വണ്ടി തിരിച്ചു. അവിടെ നേരെ പോയാലൊന്നും കാണാനില്ല എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നേരെ നമ്മൾ വീണ്ടും നെല്ലിയാമ്പതി ടൗണിലേക്ക് എത്തി. ഈ കാണുന്നതാണ് നെല്ലിയാമ്പതി ടൗണ്. ഇവിടുന്ന് നമ്മൾ ഇടത് ഭാഗത്തുനിന്ന് റോഡിൽ നിന്നാണ് നമ്മൾ വന്നത്. അവിടെ നിന്ന് നേരെ വലതു ഭാഗം കയറുമ്പോഴാണ് നമുക്ക് തേയിലത്തോട്ടമൊക്കെ കാണാൻ പറ്റുക. നേരെ പോകുമ്പോൾ നേരെ പോയാൽ സീതാർകുണ്ട് വ്യൂ പോയിൻ്റാണ് ഇനി നേരെ പോകുമ്പോൾ. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടാണ് പോണത്. പാലക്കാട് ഇത്ര ചൂടാണെങ്കിലും അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളുടെ ഭംഗി ഒരു രക്ഷയില്ല ഗായ്സ്. ഞങ്ങളങ്ങനെ ഇനി പോണത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ്. ഇതാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ നമ്മളെ വണ്ടീൻ്റെ നമ്പറും നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. ഇവിടെ നിന്നുള്ള റോഡ് ഒരു രക്ഷയില്ല. നല്ല കിടിലൻ ഓഫ് റോഡാണ് ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ട് നെല്ലിയാമ്പതി എത്തോളം ഫുള്ള് ഓഫ് റോഡാണ്. ഇവിടെ പേ പാർക്കിംഗ് ആണ്. ബൈക്കിന് 10 രൂപയാണ് വരുന്നത്. ഇവിടെ ഒരു വാർണിംഗ് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കാണുന്ന റോഡിന് കുറച്ച് നടന്നു പോകണം നമുക്ക് വ്യൂ പോയിൻ്റ് കാണണമെങ്കിൽ. അപ്പോൾ ഗായ്സ്, ഇതാണ് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്. നെല്ലിയാമ്പതിയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക്. ഇവിടെ ഈ സ്ഥലത്തിന് സീതാർകുണ്ട് എന്ന് പറയപ്പെടാനുള്ള കാരണം വനവാസത്തിനിടെ ശ്രീരാമനും ലക്ഷ്മണനും ദേവിയും ഇവിടെ വിശ്രമിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടേക്ക് സീതാർകുണ്ടെന്ന് പേര് വന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത സീതാർകുണ്ട് വെള്ളച്ചാട്ടമാണ്. 100 അടി ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് നല്ല തണുത്ത കാറ്റ് ആസ്വദിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. നിരവധി പേരാണ് ഈ ഒരു വ്യൂ പോയിന്റ് ആസ്വദിക്കാൻ ഇങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. വരുന്ന വഴിക്കൊരു ഗാർഡൻ ഉണ്ട്, ഗവൺമെൻറ് ഓറഞ്ച് ഫാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയാണ് അടുത്ത് കയറുന്നത്. ഞങ്ങളങ്ങനെ ഗാർഡൻ കാണാനെത്തി. ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഒരാളുടെ പേരും ഫോൺ നമ്പറും എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് കാണാമല്ലോ എന്ന് നോക്കാം. ഗായ്സ്, വയലറ്റ് കോളിഫ്ലവർ. ഗായ്സ്, ഇതാണ് വുഡ് ഹൗസ് അല്ലേ? വരുമ്പോഴേ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയൊക്കെ ഗായ്സ് ഉണ്ടായില്ല. അതിന്റെ ഫ്രണ്ടിൽ ഓറഞ്ച് ഫാം എന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് എടുത്തു. ഓറഞ്ച് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഏത് നോക്കൂടി
ഇതാക്കണു അവിടെ ഗൈസ് വത്തക്കൻ്റെ പള്ളി. ഓ ഗൈസ് ഇതിൽ നോക്കൂ, എന്താ തെച്ചി, ചുവന്ന തെച്ചി, ബ്ലൂ തെച്ചി, ഇതൊക്കെ തെച്ചിയ അല്ല ഇത് 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 ഇങ്ങനെ പോയാൽ അങ്ങനെ കറങ്ങാൻ പറ്റൂലേ? ഇങ്ങനെ പോയാ അമ്പലക്കുളം. അമ്പലം ഇതിന്റെ പേര് ഓറഞ്ച് ഫാം ആണെങ്കിലും ഇത് ഒരുപാട് വെറൈറ്റി പൂക്കൾ നമുക്ക് കാണാം. ഓറഞ്ചൊന്നും അധികം കാണാൻ പറ്റിയിട്ടില്ല. ഈ ഓറഞ്ച് ഫാമിനകത്ത് നമുക്ക് മനോഹരമായ ഒരു ആമ്പൽപ്പാടം കാണാം. ആ കാണുന്ന എൻ്റെ വരെ ആമ്പലുകൾ ധാരാളം പൂവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഓറഞ്ച് ഫാമിനകത്ത് നമുക്ക് കാണാനുള്ളത്. ചെണ്ടുമല്ലി, ഇവിടെ നമുക്ക് നടന്ന് ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കാൻ ഇതുപോലത്തെ ടെന്റുകളൊക്കെ കാണാം. അപ്പോൾ ഈ ഗവൺമെന്റ് ഫാം വിസിറ്റ് ചെയ്യാൻ എൻട്രി ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഗൈസ് ഇതൊക്കെ തന്നെ ഇവിടെ കാണാൻ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.